വിശുദ്ധ തിരുവെഴുത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞിൻ്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഇഷ്മായേൽ എന്ന പൈതലിൻ്റെ നിലവിളിയെ കേട്ടുകൊണ്ട് മരുഭൂമിയിൽ ഒരു ഉറവ ദൈവം അവർക്ക് വേണ്ടി തുറക്കുകയാണ്. കാരണം ആ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്തു, അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബർഷേബയിൽ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. അപ്പോൾ തുരുത്തിയിലെ വെള്ളം അവളുടെ തീർന്നു. ഇനി ഒരു ഉറവ അവളുടെ മുമ്പിലില്ല. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഹാഗാറിനെയും ഇഷ്മയേലിനെയും ഇറക്കി വിട്ടു. സാഹചര്യങ്ങൾ നിമിത്തം, വ്യക്തിപരമായ ചില കാര്യങ്ങൾ നിമിത്തം. ആ സാഹചര്യത്തിൻ്റെ മധ്യയിൽ ഹാഗാറും ഇഷ്മായേലും മരുഭൂമിയിൽ ഉഴലുമ്പോൾ, നിലവിളിക്കുമ്പോൾ നമുക്കറിയാം ഇനി തിരിച്ച് അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാനോ വെള്ളം കരുതുവാനോ ഒന്നും അവൾക്ക് കഴിയുകയില്ല. എല്ലാ ഉറവകളും അവളുടെ മുമ്പിൽ അടഞ്ഞു. അബ്രഹാമിൻ്റെ വീട്ടിലെ ഉറവ അടഞ്ഞു. എന്നാൽ ഇവിടെ ഈ പ്രോഗ്രാമിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി പറയുന്ന ഒരു ആലോചന, അബ്രഹാമിൻ്റെ വീട്ടിലെ ഉറവ ഹാഗാറിൻ്റെയും ഇഷ്മയേലിൻ്റെയും മുമ്പിൽ അടയുമ്പോൾ ബാലൻ്റെ പൈതലിൻ്റെ നിലവിളി കേട്ടുകൊണ്ട് സർവശക്തനാകുന്ന ദൈവം മറ്റൊരു ഉറവയെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവർക്ക് വേണ്ടി അവിടെ ഒരു ഉറവ ഉണ്ടായിരുന്നു, അത് മറയപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്നാൽ ദൈവം മറമാറ്റി അതിനെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇവിടെ ഒരു സന്ദേശമുണ്ട്. ദൈവം ഒരു ഉറവ നിങ്ങളുടെ മുമ്പിൽ അടയ്ക്കുന്നെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ഉറവ എവിടെയോ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ഈ സന്ദേശത്തിലൂടെ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത, നിങ്ങളുടെ ചിന്തയിൽ പോലും വന്നിട്ടില്ലാത്ത മറ്റൊരു സോഴ്സ്, മറ്റൊരു വഴി, മറ്റൊരു വാതിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിലവിളിയുടെ മറുപടിയായി ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീർ കാണുന്നവൻ, കണ്ണുനീർ താഴ്വരയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ കണ്ണുനീർ വാർത്തവനായ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹാഗാറിനെ പോലെ, ആ ബാലകനെ പോലെ നിങ്ങൾ നിലവിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു ഉറവ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കും.